ഹലോ ഫ്രണ്ട്സ്, മാജിക് മൊമെന്റ്സിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് അമ്പുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെ, ഇത് അങ്ങനെ ഒത്തിരി കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. അച്ചു പ്രണവൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി പുതിയ സ്ഥലമാണ്. നമ്മൾ നിങ്ങളെ പോലെ പുതിയതായിട്ട് കാണുവാണ്. പിന്നെ കാണാം, നമുക്ക് നേരെ നോക്കുമ്പോഴേ രണ്ട് സൈഡും വെള്ളമാണ് കാണുന്നേ. പിന്നെ എന്താണ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? ഊരുകളല്ല, ഈ വെള്ളത്തിലല്ല നിൽക്കുന്ന. പറ്റി എന്തെങ്കിലും പറയോ? പറ്റി പറയോ? ഈ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ അടുത്ത്? എനിക്ക് ലോ ആണോ മലയെല്ലാം പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോവുക. അമ്മയുടെ പേരെന്താ? പേരെന്തുവാ? ആനന്ദം. ആനന്ദം. ശരിക്കോ? നമ്മുടെ ക്യാമറ നോക്കിയൊന്ന്. ആനന്ദം. മനസ്സിലായ? മനസ്സിലായി. ഇനി വിളിക്കാമോ എന്നെ? ഓക്കെ, ബൈ ബൈ അമ്മൂമ്മ. ടാറ്റാ അമ്മൂമ്മ, ടാറ്റാ. കള്ളപ്പേരെല്ലാം നേരുവേരിയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആനന്ദം അമ്മൂമ്മയൊക്കെ കണ്ടു. നിങ്ങളെ കണ്ടു കാണുമല്ല? അതെ, ക്യൂട്ട് അമ്മൂമ്മയായിരുന്നു. അതാണ്. പക്ഷെ അമ്മൂമ്മ ഇപ്പോഴത്തെ സംസാരിച്ചുകൊണ്ട് പോവാണ്. നമ്മുടെ ഈ കരയുടെ അപ്പുറത്താണ് അമ്മൂമ്മയുടെ വീട്. ശരിക്കുള്ള വീട് മാർത്താണ്ഡ. അമ്മൂമ്മയുടെ നാടവിടെയാണ്. നമ്മളുടെ മാലയൊക്കെ പിടിച്ചിട്ട് പോവാനാണ് പറഞ്ഞത്. എനിക്ക് ഫോട്ടോ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് പിടിക്കാം, പ്രണവം പിടിപ്പിക്കും മലയൊക്കെ. ഒരു മല, രണ്ട് മല, മൂന്ന് മല. മൂന്ന് മലയാണ് അവിടെ ഉള്ളത്. ആ വെള്ളത്തിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ രമണി. രമണി പ്രകൃതി രമണി. ഇവിടെ നിന്ന് ഒരു കിടിലം വ്യൂ കാണാം. മുകളിൽ നമ്മൾ നിൽക്കുന്നതിന്റെ മുകളിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സീരിയസ് ആയിട്ട് കാണാമല്ലോ, നല്ല വ്യൂ ആണ്. നമ്മള് പാലം നടന്ന് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ മീരാ തട്ടുകട കാണാം. ഒരു കുഞ്ഞു തട്ടുകടയുണ്ട്. നിങ്ങൾ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നമുക്ക് കണ്ണാടി പെട്ടിക്കകത്ത് കൈയിട്ട് എന്തൊക്കെയോ തപ്പുന്നുണ്ട്. ഞാൻ പഴംപൊരി. ഡ്രസ്സിന് മാച്ച് ആട്ടോ നിനക്ക്. രതീഷ് ഇല്ലേ? രതീഷ്, ഉറങ്ങിപ്പോയ രതീഷ്. രതീഷാണിത്. ഓണന്നിരിക്കുന്ന രതീഷ. നിങ്ങളെല്ലാവരും പറഞ്ഞു. അങ്ങളുടെ പേരെന്താ? കേട്ടില്ല. മോന്റെ പേരെന്താ? എന്താ? എത്രയിലോ പഠിക്കുന്നേ? ഏത് സ്കൂളിലോ? പറയാനായിട്ട് ഒന്നുമില്ല ചേട്ടാ. നല്ല സ്ഥലം. നിങ്ങൾ വന്ന് കണ്ടില്ല, അത്രേ ഉള്ളൂ. ഇതിനപ്പുറത്തോട്ട് ഇനി വല്ല സ്ഥലങ്ങളുണ്ടോ? ഇതിനപ്പുറത്തോട്ട് ഇങ്ങോട്ട് തമിഴ്നാടാണ്.
മുകളിലോട്ട് ഫോറസ്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ശിവരാത്രി ഇല്ലാതെ മുകളിൽ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റും. ഇത് കാളിപ്പാറയാണോ? അല്ല, കാളിപ്പാറ, കാളിമല എന്ന് പറഞ്ഞാൽ കാളിമല അവിടെ അതറിയാം. അല്ലാതെ അറിയില്ല. ഓക്കെ, താങ്ക്സ് സാർ. അങ്ങനെ നമ്മൾ പാലമൊക്കെ കണ്ടിട്ട് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വഴി മുകളിലോട്ടുണ്ട്. ഈ വഴി കയറി പോകുമ്പോൾ നമ്മൾ ആനക്കുളത്തെത്തുന്നത്. അപ്പം നമുക്കെന്തായാലും പോയി നോക്കാം. ഒരു ചെറിയ കാട് പോലെയുള്ള ഒരു സ്ഥലത്തിന്റെ അതുകൂടെയൊക്കെ നടന്ന് കുറച്ച് കല്ലൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടം തപ്പിപ്പിടിച്ച് അതിനകത്ത് ഫോളോ ചെയ്ത് നമ്മൾ ഇങ്ങനെ വന്നതേ എത്തിയിട്ടുണ്ട്. സ്ഥലം സെറ്റാണ്. സത്യം പറയുന്നതൊന്നും പറയാൻ പറ്റില്ല. അടിപൊളി സ്ഥലം, അടിപൊളി. നടുവിന് നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല. ഏതൊക്കെയോ അപ്പം നമ്മൾ സത്യം പറഞ്ഞ ഇവിടെ വന്നത് ഒരൊറ്റ ഒരു ഫോട്ടോ പ്രണവ് നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നമുക്ക് വഴി പോലും അറിഞ്ഞിടായിരുന്നു. ആ ഫോട്ടോ കാണിച്ച് ഓട്ടോക്കാരെ പറഞ്ഞ് ഫോട്ടോ കാണിച്ച് വഴി എങ്ങോട്ടാണെന്ന് ഒക്കെ തേടി കണ്ടുപിടിച്ച് ആ ഫോട്ടോയിൽ കണ്ട് സേഫ് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടാണ്. ഇപ്പൊ കാണാം. യെസ്, അപ്പം നമ്മൾ പ്രണവ് പറഞ്ഞ സെയിം സ്പോട്ടിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ സെറ്റ് സ്ഥലമാണ്. നമ്മള് ചില്ലിയെ പോണ്. ബൈ ബൈ. ശരിയപ്പോ നമ്മള് കുളിച്ചിട്ടാ പോന്നെ. ഓക്കെ, നമുക്ക് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മാജിക് മൊമെന്റ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സോറി അവളുടെ ദേഷ്യം മൊത്തം എന്റെ ദേഹത്ത് അടിച്ചു തെറിക്കുന്നുണ്ട്. നോക്ക്.
ഞാൻ ഇവിടെ ടാറ്റു ആർട്ടിസ്റ്റ് പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഞാൻ കാണിച്ചല്ലേ ഈ പടങ്ങളൊക്കെ. ബൈ ബൈ അമ്മൂമ്മ ടാറ്റ. ഉമ്മ ടാറ്റ. പേരെല്ലാം നേരുവരികയാണ്. ഇതാണ് ആ പ്രകൃതി രമണീയമായ സ്ഥലം. എന്റെ ഫ്രണ്ട് അവൾ തന്നെ പ്രകൃതി രമണീയ. എന്തേലും മതി, കുഴപ്പമില്ല.